നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്സി-അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്സിനെ പറ്റിയാണ്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഓക്സി-അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്സ് ആണ് ഉള്ളത്. ഒന്ന് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കും, രണ്ട് റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കുമാണ്. ക്ലിയർ ആണല്ലോ? പേരുകൾ ക്ലിയർ അല്ലേ? അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്സ് ആണ്. ആദ്യം ചിത്രത്തിൻ്റെ സഹായത്തോടെ എന്താണ് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഓർമ്മിക്കാനായിട്ട് അതിൻ്റെ പോയിന്റ്സ് ശേഷം കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ രണ്ട് വ്യൂ കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. രണ്ടും ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്സിൻ്റെ വ്യൂസ് ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ ചിത്രത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഒന്ന്, നമുക്ക് വർക്ക് ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റ്. ഓക്കെ ആണല്ലോ? അത് ഇതാണ്. ക്ലിയർ? പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോ പൈപ്പ്. ഓക്കെ ആണല്ലോ? ബ്ലോ പൈപ്പ് കണ്ടല്ലോ. അതുപോലെ ഫില്ലർ റോഡ്. ക്ലിയർ? എന്താണ് ലെഫ്റ്റ് വേർഡ് ടെക്നിക് എന്ന് പറയുകയാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ ബ്ലോ പൈപ്പും ഫില്ലർ റോഡും നമുക്ക് വെൽഡ് ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അത് ലെഫ്റ്റ് വേർഡ് ടെക്നിക്കാണ്. ക്ലിയർ ആണോ? മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ക്ലിയർ? അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചിത്രം നോക്കിയേ. ഫില്ലർ റോഡ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലായിട്ടാണ് ബ്ലോ പൈപ്പ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കിൽ ഫില്ലർ റോഡിനെ ബ്ലോ പൈപ്പ് ഫോളോ ചെയ്യുന്നു എന്ന് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? ഫില്ലർ റോഡിനെ ബ്ലോ പൈപ്പ് ഫോളോ ചെയ്യുന്നു. എപ്പോ? ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കിൽ. ക്ലിയർ? ഇനി ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്സിലെ ചില പ്രധാനപ്പെട്ട ഡേറ്റാസ് പറയുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം അറിയുക. ഇതാണ് നമ്മുടെ മെറ്റൽ, വെൽഡ് ചെയ്യേണ്ട മെറ്റൽ അല്ലേ? ആ മെറ്റലിൻ്റെ ഹൊറിസോണ്ടൽ സർഫസ് ഇല്ലേ, ആ സർഫസിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആക്സിസ് ഓഫ് വെൽഡ് ലൈൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക. നമ്മൾ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫില്ലർ റോഡ് വെൽഡ് ലൈനിൽ നിന്നും 30 മുതൽ 40 വരെ ഡിഗ്രി ആംഗിളിലാണ് പിടിക്കേണ്ടത്. ഓക്കെ ആണോ? ഫില്ലർ റോഡ് 30 to 40 ഡിഗ്രി ആംഗിളിലാണ് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക് ചെയ്യുമ്പോൾ പിടിക്കേണ്ടത്. എന്തിൽ നിന്നും? വെൽഡ് ലൈനിൽ നിന്നും. ക്ലിയർ? അതേപോലെ ബ്ലോ പൈപ്പ് എങ്ങനെ പിടിക്കണം? 60 മുതൽ 70 ഡിഗ്രി വരെ ആംഗിളിലാണ് പിടിക്കേണ്ടത്. ഏതിൽ നിന്നും? വെൽഡ് ലൈനിൽ നിന്നും. ക്ലിയർ? രണ്ട് ആംഗിളും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കിൽ നമ്മൾ ചിത്രത്തിൻ്റെ സഹായത്തോടെ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞു. അതൊന്ന് മെമ്മറൈസ് ചെയ്യാണ്. എല്ലാവരും പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, ഈ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കിനെ എന്തെന്നും അറിയപ്പെടും? ഫോർ ഹാൻഡ് ടെക്നിക് എന്നും അല്ലെങ്കിൽ ഫോർവേഡ് ടെക്നിക് എന്നും അറിയപ്പെടും. അത് നമ്മൾ പറയാത്ത പോയിന്റാണ്, പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക് ഈസ് ഓൾസോ നോൺ ആസ് ഫോർ ഹാൻഡ് ടെക്നിക് ഓർ ഫോർവേഡ് ടെക്നിക്. വേറെ പേരാണ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ്, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക്. അതായത് ലെഫ്റ്റ് വേർഡും ഉണ്ട് റൈറ്റ് വേർഡും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കാണ്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക്. മൂന്നാമത്തെ പോയിന്റ്, വെൽഡിംഗ് പ്രൊസീഡ്സ് റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ? നമുക്ക് വെൽഡ് ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റിന്റെ വലത്തേ അറ്റത്തിൽ നിന്നും ഇടത്തേ അറ്റത്തോട്ടല്ലേ ബ്ലോ പൈപ്പും ഫില്ലർ റോഡും മൂവ് ചെയ്യുന്നത്? അതാണ് പറഞ്ഞ പോയിന്റ്. എങ്ങോട്ടാണ് വെൽഡിംഗ് പ്രൊസീഡ് ചെയ്യുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ്. എത്തിച്ചേരുന്നത് ലെഫ്റ്റിലാണ്. റൈറ്റിൽ നിന്ന് തുടങ്ങി. ക്ലിയർ? നാലാമത്തെ പോയിന്റ്, ബ്ലോ പൈപ്പ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ 60 to 70 ഡിഗ്രി ആണല്ലോ? നമ്മൾ പഠിച്ചതാണ്, മെമ്മറൈസ് ചെയ്യുക. 60 to 70 ഡിഗ്രിയിലാണ് ബ്ലോ പൈപ്പ് പിടിക്കുന്നത്. എന്തിൽ നിന്നുമെന്ന് ഞാൻ പറഞ്ഞു. എന്തിൽ നിന്നാണ്? നമ്മുടെ വെൽഡ് ലൈനിൽ നിന്നും. ക്ലിയർ? അടുത്ത പോയിന്റ് അതുപോലെ ഫില്ലർ റോഡ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ 30 to 40 ഡിഗ്രി ആണല്ലോ? ഫില്ലർ റോഡിനെ വെൽഡ് ലൈനിൽ നിന്നും എത്ര ഡിഗ്രിയിലാണ് നമ്മൾ ചരിച്ച് പിടിക്കുന്നത്? 30 മുതൽ 40 ഡിഗ്രി വരെ. ക്ലിയർ ആണല്ലോ? ആ പോയിന്റ് മെമ്മറൈസ് ചെയ്യുക. നമ്മൾ പഠിച്ചതാണ്, അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അവസാനത്തെ പോയിന്റ്, യൂസ്ഡ് ഫോർ മെറ്റൽ ഹാവിംഗ് തിക്നെസ് അപ് ടു 5 mm. അതായത് 5 mm തിക്നെസ് വരെയുള്ള പ്ലേറ്റുകൾ വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാറ്. ക്ലിയർ ആണല്ലോ? ഈ പോയിന്റുകളെല്ലാം നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്യുക. ഇതിൽ നിന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ ആണല്ലോ? നമ്മളടുത്ത റൈറ്റ് വേർഡ് ടെക്നിക്കിലോട്ട് പോവാണ്. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കാണ്. ഇപ്പം തന്നെ പഠിക്കുക എന്താണ് റൈറ്റ് വേർഡ് ടെക്നിക്. നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ മെറ്റൽ പ്ലേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലോട്ടാണ് ബ്ലോ പൈപ്പും ഫില്ലർ റോഡും മൂവ് ചെയ്യുന്നതെങ്കിൽ അത് റൈറ്റ് വേർഡ് ടെക്നിക്.
അപ്പോൾ ഓർമ്മിക്കാനൊരു വഴിയുണ്ട്, ഇത്രമാത്രം ഓർമ്മിച്ചാൽ മതി. എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതാണ് ആ ടെക്നിക്കിൻ്റെ പേര്. ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് വേർഡ് ടെക്നിക്, റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് വേർഡ് ടെക്നിക്. അങ്ങനെ മാത്രം ഓർമ്മിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ലെഫ്റ്റ് വേർഡ് പറഞ്ഞപ്പോൾ ബ്ലോ പൈപ്പ് ഫില്ലർ റോഡിനെ ഫോളോ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ ഫോളോ ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും? ഫില്ലർ റോഡ് ബ്ലോ പൈപ്പിനെ ഫോളോ ചെയ്യണമെന്ന് പറയേണ്ടി വരും. ഓക്കെ ആണോ? മനസ്സിലായോ കാര്യം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ വേരിയേഷനേ ഉള്ളൂ ആ പോയിന്റ്സിൽ. അത് പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കാം, പരീക്ഷയ്ക്ക് വരുമ്പോൾ തിരിഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ ആണോ? കിട്ടിയോ? ഫില്ലർ റോഡാണ് ഇവിടെ ബ്ലോ പൈപ്പിനെ ഫോളോ ചെയ്യുന്നത്, റൈറ്റ് വേർഡ് ടെക്നിക്കിൽ. ക്ലിയർ? ഇനി അതിൻ്റെ ഡേറ്റാസിലോട്ട് പോവുകയാണ്. ഫില്ലർ റോഡ് നേരത്തെ പോലെ തന്നെ 30 to 40 ഡിഗ്രിയാണ് വെൽഡ് ലൈനിൽ നിന്നും ചരിവ്. ഓക്കെ ആണോ? നമ്മൾ ഫില്ലർ റോഡ് പിടിക്കേണ്ടത് 30 മുതൽ 40 ഡിഗ്രി വരെ ചരിവിലാണ് വെൽഡ് ലൈനിൽ നിന്നും. അത് ലെഫ്റ്റ് വേർഡിലും ഇതേ ആംഗിൾ തന്നെയാണ്. വ്യത്യാസം ബ്ലോ പൈപ്പിലാണ് വരുന്നത്. നോക്കിക്കോ, ബ്ലോ പൈപ്പ് 40 മുതൽ 50 ഡിഗ്രി വരെ ചരിവിലാണ് റൈറ്റ് വേർഡ് ടെക്നിക്കിൽ പിടിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വെൽഡ് ലൈനിൽ നിന്നും 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ചരിവിലാണ് ബ്ലോ പൈപ്പ് റൈറ്റ് വേർഡ് ടെക്നിക്കിൽ പിടിക്കുന്നത്. ഓക്കെ ആണോ? നമ്മൾ റൈറ്റ് വേർഡ് ടെക്നിക്ക് പഠിച്ചു. അതിൻ്റെ പോയിന്റ്സ് ഒന്ന് മെമ്മറൈസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ആൾസോ നോൺ എസ് ബാക്ക്വേർഡ് ടെക്നിക് ഓർ ബാക്ക് ഹാൻഡ് ടെക്നിക്. വേറെ പേരാണ്, എന്തെന്നും കൂടെ അറിയപ്പെടും. റൈറ്റ് വേർഡ് ടെക്നിക്കിനെ ബാക്ക്വേർഡ് ടെക്നിക് അല്ലെങ്കിൽ ബാക്ക് ഹാൻഡ് ടെക്നിക് എന്നറിയപ്പെടും. ക്ലിയർ ആണോ? തിരിഞ്ഞു പോകരുത്. രണ്ടാമത്തെ പോയിന്റ്, വെൽഡിംഗ് പ്രൊസീഡ്സ് ലെഫ്റ്റ് ടു റൈറ്റ്. ആണോ? എവിടെ എത്തിച്ചേരുന്നു എന്ന് നോക്കിയാൽ മതി. റൈറ്റ് സൈഡിലാണ് എത്തിച്ചേരുന്നത്, അതുകൊണ്ടാണ് റൈറ്റ് വേർഡ് ടെക്നിക്. ഓക്കെ, പ്രൊസീഡ് ലെഫ്റ്റ് ടു റൈറ്റ്. മൂന്നാമത്തെ പോയിന്റ്, ബ്ലോ പൈപ്പ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ 40 to 50 ഡിഗ്രി. അതായത് വെൽഡ് ലൈനിൽ നിന്നും 40 മുതൽ 50 ഡിഗ്രി വരെ ചരിവിലാണ് ആരെ പിടിക്കുന്നത്? ബ്ലോ പൈപ്പിനെ പിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതാണ് ഏക വ്യത്യാസം. ഇനി നാലാമത്തെ പോയിന്റ് എന്താ? ഫില്ലർ റോഡ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ 30 to 40 ഡിഗ്രി. അതിന് മാറ്റമൊന്നുമില്ല. ലെഫ്റ്റ് വേർഡിൽ അതേപോലെ തന്നെ ഫില്ലർ റോഡ് 30 മുതൽ 40 ഡിഗ്രി വരെ ചരിവിലാണ് പിടിക്കുന്നത്. ആരിൽ നിന്നും? വെൽഡ് ലൈനിൽ നിന്നും. ഓക്കെ ആണല്ലോ? അവസാന പോയിന്റ്, യൂസ്ഡ് ഫോർ വെൽഡിംഗ് മോർ തിക്കർ പ്ലേറ്റ്സ്. അതായത് ലെഫ്റ്റ് വേർഡിൽ നമ്മൾ പറഞ്ഞില്ലേ 5 mm വരെയുള്ള പ്ലേറ്റ്സ് ആണ് ലെഫ്റ്റ് വേർഡ് ടെക്നിക്സിൽ നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അതിനേക്കാളും കൂടിയ, അതാണ് തിക്കർ എന്ന് ഉദ്ദേശിക്കുന്നത്. തിക്കർ പ്ലേറ്റ്സ് ആണെങ്കിൽ നമ്മൾ റൈറ്റ് വേർഡ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എഡ്ജ് പ്രിപ്പറേഷൻ, അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യും. എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.